ചിന്താ വിഷയം. നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും ആഢ്യത്വവും പണവും വിദ്യാഭ്യാസവും സൗന്ദര്യവും എല്ലാം ഓർത്ത് നാം അഹങ്കരിച്ചാൽ ഒരു നിമിഷം മതി എല്ലാം തകർന്ന് തരിപ്പണമാകുവാൻ. ഓർക്കുക, നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നതുപോലും അവിടുത്തെ കാരുണ്യമാണ്. ഇനി നടക്കേണ്ട നിന്റെ സഭാവസ്ത്ര സ്വീകരണത്തിന് ഇടേണ്ട നിന്റെ പേര് നാം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. യൗപ്രാസ്യ. നന്ദി പിതാവേ, നന്ദി. ക്ഷമിക്കണം, അവിവേകമാണെന്ന് തോന്നരുത്. പറഞ്ഞോളൂ. ഏവുപ്രാസ്യ എന്ന പുണ്യവതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല പിതാവേ. തുറന്നു ചോദിച്ചതിൽ നാം വളരെ സന്തോഷിക്കുന്നു. പറഞ്ഞു തരാം. പോളണ്ടിലെ ഒരു രാജ്ഞിയായിരുന്നു യൗപ്രാസ്യ. അവരുടെ മകളുടെ പേരും യൗപ്രാസ്യ എന്നായിരുന്നു. രാജാവിന്റെ മരണശേഷം രാജ്യവും സമ്പത്തും എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് യേശുവിനെ സ്നേഹിച്ച് സന്യാസം സ്വീകരിച്ച് ചാക്കുവസ്ത്രമെടുത്ത് ദാരിദ്ര്യവ്രതത്തിൽ ജീവിച്ച് മരിച്ച ആ അമ്മയും മകളെയും സഭ വിശുദ്ധരാക്കി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധിയുടെയും പേരാണ് യൗപ്രാസ്യ. ജോയ്, അതായത് സന്തോഷം എന്നർത്ഥവുമുണ്ട്. ഒരു മനോഹരമായ പുഷ്പത്തിന്റെ പേരാണ് യൗപ്രാസ്യ. ഈ പുഷ്പത്തിൽ നിന്ന് ഹോമിയോപ്പതിയിൽ വിശിഷ്ടമായ ഒരു മരുന്നും ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം വാങ്ങിക്കൊടുക്കേണ്ട മരുന്നായി മാറണം യൗപ്രാസ്യ. സുഗന്ധം പരത്തുന്ന മനോഹര പുഷ്പമായി മാറണം നീ. നന്ദി. നന്ദി പിതാവേ, ഈ അറിവുകൾ പറഞ്ഞു തന്നതിന് നന്ദി. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാനും തിരിച്ചേക്കാം. യജമാനെ, ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. എന്താ കാര്യം? പറയടാ. ആ റോസ കന്യാസ്ത്രീയാകാൻ പോകുന്നു. ശ്രദ്ധിച്ചോ? എന്ന് ഇവിടെ എങ്ങനെ കൊത്തിയേ ഇരുന്നോ? സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല. സമ്മതിക്കില്ല.
യേശുവിൻ്റെ മണവാട്ടിമാരെ, മരണം വരെ കന്യകാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സാകുന്നു. നിങ്ങൾ ഈ സഭാവസ്ത്രം അണിഞ്ഞ നിമിഷം മുതൽ കർത്താവിൻ്റെ മണവാട്ടിമാരായി തീർന്നു. ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഹനത്തോടും ത്യാഗമനസ്സോടും കർത്താവിനെ പിൻചൊല്ലാൻ ഇറങ്ങുന്ന മണവാട്ടിമാരാണ് നിങ്ങൾ ഓരോരുത്തരും. യേശുവിൻ്റെ മണവാട്ടിമാർ. ഈ നിമിഷം ആ വിളി കേട്ട് ഞാൻ കോരിത്തരിച്ചു പോയി. കർത്താവിന്റെ മണവാട്ടി. പരസ്യമായി ആ വിളി കേൾക്കാൻ എത്ര നാളായി ഞാൻ കൊതിക്കുന്നു. ഞാൻ സ്വർഗത്തിലെത്തിയ പ്രതീതി. നന്ദി, നന്ദി നാഥ. കർത്താവിൻ്റെ മണവാട്ടികളായ നിങ്ങൾ ഓരോ കുസ്തോതികളാകുന്നു. കാരണം നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ വാസസ്ഥലമാകുന്നു. संभारो सबरे बुमारिया, मैं संभारो सबरे बुमारिया. മാമോദിസയിൽ നിനക്ക് കിട്ടിയ പേര് റോസ എന്നാണെങ്കിലും ഇന്നു മുതൽ നിന്റെ പേര് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ എവുപ്രാസ്യ എന്നാകുന്നു. ഏവപ്രാസ്യ, ഈ പേർ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നെ ആരാലും അറിയപ്പെടാത്ത ഒരു പുണ്യവതിയാക്കണമേ കർത്താവേ. എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? അതുകൊണ്ട് നിങ്ങളുടെ മേൽ
നിങ്ങൾക്ക് തന്നെ മതിപ്പും ബഹുമാനവും തോന്നണം. ഈശോയുടെ മണവാട്ടി എന്ന പേര് നിങ്ങളുടെ ഹൃദയത്തിൽ മഹാവണക്കത്തോടെ എന്നെന്നും കാത്തു സൂക്ഷിക്കണം. ഉവ്വ പിതാവേ, മരണത്തിനെ ഇനി ആ പേര് എന്റെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാനാകും. നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങളും അത് ഏറ്റുപറയുന്നു. സ്നേഹമുള്ള വഴിപാടിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പാ, മോളെ, അമ്മേ, മോളെ. അമ്മാമ്മയുടെ ആത്മാവിന് സ്വർഗഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അമ്മയ്ക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ലല്ലോ. വരട്ടെ മോളെ. ചേച്ചി, ചേച്ചി, സ്തുതിയായിരിക്കട്ടെ. കാക്കു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേച്ചി, സുഖാണോ മക്കളെ? സുഖാണോ മക്കളെ? എന്താ കാക്കു? ഈ നല്ല ദിവസം പറയുന്നത് ശരിയല്ലെന്നറിയാം. ചേച്ചി അറിഞ്ഞു കാണില്ലായിരിക്കും. തറവാട് തകർന്നു, കടം കയറി, മുടിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കണം. ഒന്നും സാരമില്ല മക്കളെ. അപ്പനെ ഒരു വാക്കുപോലും പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിക്കരുത്. എല്ലാം ദൈവഹിതം. ഉള്ളതിന് നഷ്ടപ്പെടാതെ 3 പേരും ഒത്തൊരുമയോടെ മുന്നേറുക. ചേച്ചി പ്രാർത്ഥിച്ചോളാം. ഇത് മാത്രമേ ഈ ചേച്ചി പറയുന്നുള്ളൂ. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. ശരി, പോട്ടെ ചേച്ചി. ചേച്ചി സൗകര്യപ്പെടുമ്പോ ചേച്ചിയെ കാണാൻ എല്ലാവരും വരണം. വരാൻ ചേച്ചി. കർത്താവിന്റെ മണവാട്ടികളായി നിങ്ങൾ ഓരോ കുസ്തോതികളാകുന്നു. കാരണം നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ വാസസ്ഥലമാകുന്നു. അത്രയ്ക്കുയരത്തിലാണ് സ്വർഗം നിങ്ങളെ കാണുന്നത്.
അത്രയ്ക്കുയരത്തിലാണ് സ്വർഗം നിങ്ങളെ കാണുന്നത്. ഇത് കേട്ട് നീ നിഗളിക്കരുത്. ഇല്ല നാഥ, ഇല്ല. ഓർമ്മയായ കാലം മുതൽ എന്റെ പ്രാർത്ഥനയാണ് എന്നെ ഒരു അഹങ്കാരിയാക്കരുതെന്ന്. ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്റെ അമ്മാമ്മ ഓർമ്മിപ്പിക്കുന്ന ഏക കാര്യമാണിത്. ഞാൻ വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുന്നു, അഹങ്കാരികളെ ദൈവം വെച്ച് പൊറുപ്പിക്കില്ല. നമ്മുടെ ബുദ്ധിയും കഴിവും, നമ്മുടെ പണവും പ്രതാപവും സൗന്ദര്യവും ആനയും അമ്പാരിയും എല്ലാം ഓർത്ത് നാം അഹങ്കരിച്ചാൽ ഒരു നിമിഷം മതി തകർന്ന് തരിപ്പണമാകാൻ. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നതുപോലും അവിടുത്തെ എന്നിലുള്ള കരുണയാണ്. എല്ലാം അവിടുത്തെ ദാനമാണ്, മറക്കരുത്. നന്ദി, നന്ദി, നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം മാത്രം. ഏത് അന്തസ്സിൽ മോള് ചെന്നാലും അമ്മാമ്മയുടെ ഈ ഉപദേശം എൻ്റെ കുഞ്ഞ് മറക്കരുത്. ഇല്ല അമ്മാമ്മേ. ദിവസവും കുരിശു വരയ്ക്കണം, ഈ പ്രാർത്ഥന ചൊല്ലണം. ദൈവമേ, എൻ്റെ ബുദ്ധി കൊണ്ടോ, എൻ്റെ കണ്ണുകൾ കൊണ്ടോ, എൻ്റെ അധരങ്ങൾ കൊണ്ടോ, എൻ്റെ ഹൃദയം കൊണ്ടോ, എൻ്റെ ആസക്തി കൊണ്ടോ എന്നെ ഒരു അഹങ്കാരിയാക്കല്ലേ. ഞാൻ ശ്രദ്ധിച്ച് ജീവിച്ചോളാം. അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. പ്രാർത്ഥിക്കാം. നാഥ, ഈ കുസ്തൂതിയിൽ നീയുണ്ട്. ഈ കുസ്തൂതി പോലെയാണ് എന്റെ ഹൃദയമെന്ന് ഞാൻ അറിയുന്നു. അവിടെ നീ വസിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അങ്ങ് മറിഞ്ഞിരിക്കുന്ന ഓരോ കുസ്തൂതിയായി മാറണം. പ്രത്യേകിച്ചും ഓരോ സന്യാസിനിയുടെയും അവിടെ മാലിന്യമുണ്ടാകാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. എന്റെ മണവാള, ത്യാഗത്തിന്റെയും സഹനത്തിൻ്റെതുമായ ശോഷണ പുഷ്പങ്ങൾ നിറച്ച ഒരു നിർമ്മലമായ ഹൃദയം കാത്തു സൂക്ഷിക്കുവാൻ മഹാഭാവിയായ എനിക്ക് കൃപ തരയണമേ. എന്റെ ബുദ്ധി കൊണ്ടും എന്റെ കണ്ണുകൾ കൊണ്ടും എന്റെ അധരങ്ങൾ കൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും ഞാനൊരു അഹങ്കാരിയായി നിന്നിലേക്കുള്ള എന്റെ പ്രയാണം തടസ്സപ്പെടരുത്. എന്നെ ആരും അറിയപ്പെടാത്ത ഒരു വിശുദ്ധയാക്കി തീർക്കണമേ. എന്റെ സ്നേഹമണവാള, ഞാൻ എത്ര ഭാഗ്യവതി. ഈ ദിവസം തന്നെ നീ എനിക്ക് ദർശനം തന്നുവല്ലോ. നന്ദി,
ഏവപ്രാസ കന്യാസ്ത്രീ ആരും അറിയപ്പെടാത്ത ഒരു വിശുദ്ധയാകണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ശരിയായ മാനെ, ആ അമ്പഴക്കാട് മഠത്തിന്റെ പരിസരത്തേക്ക് ചെല്ലാനേ പറ്റുന്നില്ല. കാരണം എന്താണ് പൊട്ടാ? ആ ഏവപ്രാസിയുടെ പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ക്യൂ നിന്നാണ് അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് രക്ഷപ്പെടുന്നത്. എനിക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. നരകത്തിൽ വരേണ്ടിയിരുന്ന ഇവന്മാരെല്ലാം ഒരു തലമുടി നാരി ഇടയ്ക്കാണ് നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത്. ഇവൾ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കുന്നു. അസംബന്ധം, അതെ അതെ അസംബന്ധം. അതെ അതെ അസംബന്ധം. വിഷമിക്കാതെ ഡാർലിംഗ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ആരെന്ത് ദുഃഖം ചെന്ന് പറഞ്ഞാലും അവൾ ഉടൻ പ്രാർത്ഥിക്കും. പിന്നെ മരിച്ചാലും മറക്കില്ലെന്നാ ഏവപ്രാസി എല്ലാരോടും പറയുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞു. ആ നിർത്തണം പ്രസംഗം, കാര്യം സീരിയസ് ആണ്. അവളെ തകർത്തില്ലെങ്കിൽ നരകവാതിലുകൾ അവളെ ഇളക്കും. ആണോ? അതോടെ യേശുവിന്റെ സ്വർഗരാജ്യത്തിൽ അംഗസംഖ്യ കൂടും. ഭയങ്കരം. ഇവളെ പോലുള്ളവരെ തകർത്തേ പറ്റൂ. തകർക്കണം. Come on, quick, Yes. attention. ആ. Left, right, ഹൈ, left, ഹൈ, right, ഹൈ, left, ഹൈ, right, ഹൈ,